ഈ കാലഘട്ടത്തിൽ നടക്കുന്ന വിശ്വാസത്യാഗത്തിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ജൂഡസ്. വചനം തിരസ്കരിക്കുന്നതിനും യേശുവിനെ തിരസ്കരിക്കുന്നതിന് ഉത്തമ ഉദാഹരണമാണ്. വചനത്തിനെയും യേശുവിനെയും തിരസ്കരിക്കുന്നതാണ് അപ്പോസ്റ്റസി. വിശ്വാസത്യാഗം വ്യാപകമായി നടക്കുകയാണ്. ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദ അനുഭവങ്ങളിലേക്ക് പോലും വിദ്യാസമ്പന്നരായ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ബൈബിൾ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിൽ അതിശയിക്കാനില്ല. എന്നാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്കിതുണ്ടാകാതെ വണ്ണം നാം നമ്മെ തന്നെ സൂക്ഷിച്ചോണം. അത് ദൈവമക്കൾ ഓർത്തോണം. കോൺഫിഡൻസ് നല്ലതാണ്, നമുക്ക് കോൺഫിഡൻസ് ആവശ്യമാണ്. പക്ഷേ ഓവർ കോൺഫിഡൻസ് വലിയ പരാജയമാണ്. യൂദസിനെ കുറിച്ച് ദൈവമക്കൾക്ക് ഒരു ധാരണയുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ പിൻപറ്റുവാനായി സമർപ്പിക്കപ്പെട്ടയാളാണ്. സുവിശേഷത്തിൻ്റെ പ്രചാരകനായിരുന്നു. അപ്പോൾ തന്നെ മനസ്സുള്ളവനായിരുന്നു. ഹി വാസ് എ ഡബിൾ മൈൻഡഡ് പേഴ്സൺ എന്നതാണ് നമുക്ക് പൊതുവിൽ ഗ്രഹിപ്പാൻ കഴിയുന്നത്. ഏറ്റവും അവസാനമാണ് താൻ എടുത്തു വെച്ച കാല പുറമോട്ട് വയ്ക്കുകയും ഏറ്റുപറഞ്ഞ വിശ്വാസത്തെ തള്ളിപ്പറയുകയും ചെയ്തത്. നമ്മളൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന, ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ എവിടെയെങ്കിലും എഴുന്നേറ്റ് നിന്ന് ഞാൻ യേശുവിനെ തള്ളുന്നു എന്ന് ഞാൻ പറയത്തില്ല. അത് ശരിയായിരിക്കാം. പക്ഷേ നമ്മുടെ ജീവിത അനുഭവങ്ങൾ, ജീവിതത്തിൽ വ്യക്തിപരമായ നമ്മുടെ ജീവിത ശൈലിയിൽ നമ്മൾ യേശുവിനെ തള്ളിപ്പറയുന്നവരാണോ എന്നുള്ളത് ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകണം. അങ്ങനെ എന്തെങ്കിലും ഒരു ചാലോ സാധ്യതയോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മനഃപൂർവ്വമായി അനുദപിച്ച് ദൈവസന്നിധിയിൽ ക്രമപ്പെടണം. പത്രോസ് അപ്പോസ്തലന് അങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടായി. പക്ഷേ അദ്ദേഹം മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നു. യൂദസിന് മാനസാന്തരം ഉണ്ടായില്ല. അതാണ് അദ്ദേഹത്തിന് പറ്റിയ വലിയ പരാജയം. അങ്ങനെ യൂദ കർത്താവിൻ്റെ ഒരു ശിഷ്യൻ എന്ന നിലയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിട്ട് യേശുവിൻ്റെ എതിരാളികളുമായി സഖ്യത ഉണ്ടാക്കി യേശുവിനെ ഉപദ്രവിക്കുവാനായി മുൻകൈയെടുക്കുന്ന കാഴ്ചയാണ് സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് അതിശയം തോന്നും, എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾ മറിഞ്ഞു പോകുന്നത്? അപ്പോൾ എന്തിനാണ് ബൈബിളിൽ ഇതൊക്കെ എഴുതിയിരിക്കുന്നത്? ബൈബിളിൽ വേണമെങ്കിൽ ഇത് കവർ ചെയ്ത് എഴുതാമായിരുന്നു. സുവിശേഷ എഴുത്തുകാർക്ക് ഇത് കവർ ചെയ്ത് എഴുതാമായിരുന്നു. പക്ഷെ ഇത് സത്യമായിട്ടും ഇത് പറയുന്നു. എന്താണ്? നമ്മൾക്കിങ്ങനെ ഉണ്ടാകരുത്. അതിനാണ് ഇത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്കാണ് പ്രധാനമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. എല്ലാ സുവിശേഷങ്ങളിലും യൂദയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ എന്ന എഴുത്തുകാരൻ, 12 ഒരാളായിരുന്ന യോഹന്നാൻ, യൂദയെക്കുറിച്ച് ഒരുപാട് ഇൻസൈറ്റുകൾ തരുന്നുണ്ട്. ഈ സുവിശേഷത്തിൽ യൂദയുടെ 3 വ്യത്യസ്ത ഫോം നമുക്ക് കാണാൻ കഴിയും. പ്രാരംഭമായി ഞാൻ മുഖവരിയിൽ അതുകൂടെ പറയാം. യോഹന്നാൻ 13:29, 18:2 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ യൂദ എന്നും, 12:4 യൂദാസ് ഇസ്കറിയോത്ത് എന്നും, 6:71, 13:2, 13:26 യൂദാസ് ശീമോൻ ഇസ്കറിയാത്താവിൻ്റെ മകൻ എന്നുമൊക്കെയുള്ള വിവരണം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ പല രീതികളിൽ, പല ഫോമുകളിൽ യൂദയുടെ പേര് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ
കർത്താവായ യേശുക്രിസ്തു നേരിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതാണ്. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു. അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേർ വിളിച്ചു. അവർ ആർ എന്നാൽ പത്രോസ് എന്ന് അവൻ പേർ വിളിച്ച ശിമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായി, തോമസ്, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ. 16-ാം വാക്യം, യാക്കോബിൻ്റെ സഹോദരനായ യൂദ, ദ്രോഹിയായി തീർന്ന ഇസ്കറിയോത്ത് യൂദ എന്നിവർ തന്നെ. യേശു ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ച് പിതാവിൻ്റെ ഹിതം അനുസരിച്ച് ഹാൻഡ് പിക്ക് ചെയ്ത 12 പേരിൽ ഒരാളാണ് ജൂഡസ് ഇസ്കറിയോത്ത്. എന്നിട്ടും വീണോ? അതെ, അവിടെയാണ് നമ്മൾ അപകടം മനസ്സിലാക്കേണ്ടത്. സാധ്യമാണങ്ങനെ. നമ്മളാരും ഇമ്മ്യൂണല്ല. അത് യൂദയെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു വൈഡ് ആപ്ലിക്കേഷൻ കൊണ്ടുവരണോ? പൗലോസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ. എന്താണ് പോൾ പറയുന്നത്? 9:24 മുതൽ വായിക്കാം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ ബിരുദു പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. അംഗം പൊരുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്. ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന്. എന്താണ് പൗലോസേ അങ്ങീ പറയുന്നത്? ഇത്രയും വെളിപ്പാടുള്ള അങ്ങ്, ഇത്രയും സഭകൾ സ്ഥാപിച്ച് ഇത്രയും പ്രസംഗിക്കുന്ന 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട അങ്ങക്കെന്താ ഒരു കോൺഫിഡൻസ് ഇല്ലേ? കോൺഫിഡൻ്റ് ആണ്, ഓവർ കോൺഫിഡൻ്റ് അല്ല. അനേകരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് I buffet my body. ഓക്കെ, അതിങ്ങനെ എഴുതിയിരിക്കുന്നത് അത്രേ ഉള്ളൂ. ശരി, വേറൊരു വേദഭാഗം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ജഡത്തിലൊരു ശൂലം എനിക്കുണ്ടായി. അതിനുവേണ്ടി 3 വട്ടം പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് വന്നത് ഈ വിഷയം സംബന്ധിച്ച് പ്രാർത്ഥിക്കണ്ട, ഇത് ദൈവം അനുവദിച്ചതാ. അതെന്തിനാ? നിഗളിച്ചു പോകാതിരിക്കാൻ. അങ്ങനെ വരുമോ? നിഗളിച്ച് പോയി വീണു പോയാൽ അദ്ദേഹത്തിന് ദൈവത്തോടുകൂടി എന്നും ആയിരിക്കാൻ കഴിയുകയില്ല. ദൈവം അദ്ദേഹത്തെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ട് ഈ ശൂലം അനുവദിച്ചു കേട്ടോ. നെവർ ബി ഓവർ കോൺഫിഡൻറ്റ്, ബട്ട് ബി കോൺഫിഡൻറ്റ്. ഇറ്റ് ഈസ് ബൈ ഗ്രേസ് ആൻഡ് ഗ്രേസ് അലോൺ ദാറ്റ് വി സ്റ്റാൻഡ്. സ്തോത്രം. വീഴാതെ വണ്ണം അവൻ നമ്മളെ സൂക്ഷിക്കണം. ഹി ഹാസ് ടു. നമ്മളും താണു കൊടുക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നത് ജൂഡസ് എന്ന ഈ കഥാപാത്രം യേശു നേരിട്ട് തിരഞ്ഞെടുത്തു. വെറുതെ തിരഞ്ഞെടുത്തതല്ല.
മർക്കോസിന്റെ സുവിശേഷം 3:13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവരവൻ്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. 24 മണിക്കൂറും കർത്താവിൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് നിയോഗത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ആളാണ് 12 പേര്. അതിലൊന്ന് യൂദാസാണ്. ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തതാണ്. തന്നോട് കൂടെ ഇരിക്കണം, വെറുതെ ഇരിക്കുകയല്ല, കർത്താവിൽ നിന്ന് പഠിക്കണം, നേരിട്ട് കർത്താവിനെ ഒബ്സർവ് ചെയ്യണം, എന്നിട്ട് പ്രസംഗിക്കേണ്ടതിന് കർത്താവ് അയക്കും. അവിടെ വിടുതലിൻ്റെ ശുശ്രൂഷകൾ ചെയ്യും. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നത് ആ വീഴ്ചയുടെ ആഴം മനസ്സിലാക്കാനാണ്. എല്ലാ അനുകൂല സാഹചര്യങ്ങളുണ്ടായിരുന്നു. ദിസ് ഈസ് വൺ മാൻ who had the greatest opportunity and lost it. ചില ആളുകൾ ചിന്തിക്കുന്നത് കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ആള് ഒരു പ്രശ്നക്കാരനായിരുന്ന. എന്നാൽ ഞാൻ നേരത്തെ വായിച്ച വാക്യം, അതായത് ലൂക്കോസ് 6:16, യാക്കോബിൻ്റെ സഹോദരനായ യൂദാ ദ്രോഹിയായിത്തീർന്ന ഇസ്കറിയാത്താവ്, യൂദാ എന്നിവർ തന്നെ ദ്രോഹിയായിത്തീർന്നു. എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറേണ്ടി വന്നു. ഹൃദയം മാറിപ്പോയി. ആഴമേറിയ സമർപ്പണത്തിൽ നിന്ന് മറ്റു പല കാര്യങ്ങൾ ആ മനുഷ്യനെ പരീക്ഷിച്ചു. പരീക്ഷയ്ക്ക് അദ്ദേഹം തോറ്റുപോയി. ശുശ്രൂഷയ്ക്ക് വിളിക്കുക മാത്രമല്ല, വേർതിരിക്കുക മാത്രമല്ല, മർക്കോസ് 6:7 വാക്യവും 12-13 വാക്യവും, അനന്തരം അവൻ 12 അടുക്ക വിളിച്ച് അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി. അപ്പോൾ യൂദായുടെ പാർട്ട്ണർ ആരായിരുന്നു? യൂദായുടെ പാർട്ട്ണർ ആരായിരുന്നു? എനിക്കറിയത്തില്ല. 12 അടുക്ക വിളിച്ച് അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. കൃപാവര ജ്വലനം യൂദാസിനുണ്ടായിരുന്നു. അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. കട്ടിപ്രസംഗം നടത്തി. പ്രവാചക ശബ്ദമാണ് ഈ മാനസാന്തരപ്പെടുക എന്നുള്ളത്. അതാ പ്രസംഗിച്ചത്. ഭൂതങ്ങളെ പുറത്താക്കി, വളരെ ഭൂതങ്ങളെ പുറത്താക്കിയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. അപ്പോൾ എന്താ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സക്സസ്ഫുൾ മിനിസ്ട്രി ഉണ്ടായിരുന്ന ആളാണ്. ഈ മനുഷ്യനാണോ യേശുവിനെയും വചനവും ഉപേക്ഷിച്ച് യേശുവിൻ്റെ എതിരാളികളുടെ കൂടെ ജോയിൻ ചെയ്ത് യേശുവിനെ ദ്രോഹിക്കുവാൻ തയ്യാറായത്? കഥ പോലെ നിങ്ങളിത് കേൾക്കരുത്. There is a danger. ഒരുപാട് ടെംപ്റ്റേഷൻസ് ഉള്ള ലോകത്തിലാണ് നമ്മൾ പാർക്കുന്നത്. നമ്മളോടെല്ലാവരോടും വിവിധ നിലകളിൽ ശത്രു പോരാടും. നമ്മൾ ചിന്തിക്കുന്നത് അന്നിപ്പോൾ അക്ഷരികമായി കർത്താവ് ഉണ്ടായിരുന്ന കർത്താവിൻ്റെ കൂടെ ആളുകൾ പോവുകയാണ്, പിന്മാറി ഒരു ചുംബനം കൊണ്ട് കർത്താവിനെ ഒറ്റിക്കൊടുത്തു, ഒക്കെ എല്ലാവരും അറിഞ്ഞ ആ നിലയിൽ. പല ആളുകൾ ദൈവസഭയിൽ ഇരിക്കുമ്പോൾ തന്നെ മറ്റു പലതിൻ്റെയും അടിമകളായി ആദ്യം എടുത്ത തീരുമാനങ്ങളിൽ നിന്നൊക്കെ അയഞ്ഞുപോയ അനുഭവങ്ങൾ ഉണ്ടാകാം. ഇത് നമുക്കൊരു മുന്നറിയിപ്പാണ്. വിശ്വാസത്യാഗം നടന്നാൽ ക്രിസ്തീയ മതം വിട്ടുപോകാം, ദൈവസഭ വിട്ടുപോകാം,
അതിലും അപകടം എന്താണെന്നറിയാമോ? സഭയ്ക്കകത്തിരുന്ന് ഞാനൊരു ദൈവ പൈതലാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും, പക്ഷേ ആൾ ദൈവമായിട്ട് വ്യക്തിപരമായ ബന്ധം കാണുകയില്ല. അതല്ലേ ഏറ്റവും വലിയ അപകടം. എത്രയോ പ്രിവിലേജുകൾ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. മറ്റൊരു വാക്യം, യോഹന്നാന്റെ സുവിശേഷം 13:29, പണസഞ്ചി യൂദയുടെ പക്കൽ ആകയാൽ പെരുന്നാളിന് വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി. പണസഞ്ചി അവൻ്റെ കയ്യിലെന്ന് പറഞ്ഞാൽ ഓക്കെ, ലളിതമായി ഈസ് ദ ട്രഷറർ. അതിനേക്കാൾ ഒരു പ്രസ്റ്റീജിയസ് പൊസിഷനാണ്. 12 പേരുടെ ഇടയ്ക്ക് എല്ലാവർക്കും ശുശ്രൂഷയുണ്ട്, അദ്ദേഹത്തിന് ശുശ്രൂഷയുണ്ടായിരുന്നു. ഇത് ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പൊസിഷനാണ്. എന്നിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 9:1-2 വാക്യങ്ങൾ, അവൻ 12 വരെ അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളുടെ മേലും സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാൻ അവരെ അയച്ചു പറഞ്ഞത് എന്നാണ് നമ്മളവിടെ കാണുന്നത്. കിങ്ഡം ഓഫ് ഗോഡ് പ്രസംഗിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ശക്തി പ്രകടനങ്ങൾ നടന്നു. എല്ലാവിധമായ വരങ്ങൾ, വരദാനങ്ങൾ എന്ന് പറഞ്ഞാൽ മിനിസ്ട്രിയിൽ വളരെ ആക്റ്റീവാണ് ആള്. ആർക്കും ഒരു സംശയവും അദ്ദേഹത്തെക്കുറിച്ചില്ല. ഈ ആളാണ് കർത്താവ് തന്നെ പറയുകയാണ്, നീ ജനിച്ചില്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. He became a cursed human being. ലോകത്തിൽ ആരെങ്കിലും തങ്ങളുടെ മക്കൾക്ക് യൂദ എന്ന് പേരിടുമോ? ജൂഡാസ് എന്താ ഇടാത്ത? മക്കൾക്ക് പോകട്ട് പട്ടിക്കിടുവും അല്ലേ? എന്താണ് കാരണം? ഏറ്റവും അധികം പ്രിവിലേജുകൾ ഉണ്ടായിരുന്നു. വചനമുണ്ട്, എല്ലാം ഉണ്ട്, ശുശ്രൂഷയുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് ഹി വാക്ക്ഡ് അവേ ഫോർ എവർ. ഇത് നമുക്ക് വാണിംഗ് ആണ്. അന്ത്യകാലത്തിൻ്റെ അന്ത്യത്തിൽ വന്നിരിക്കുകയാണ്. വേദപുസ്തകത്തിലെ പ്രവചനങ്ങളിലൊന്ന് വ്യാപകമായ വിശ്വാസത്യാഗം സംഭവിക്കുമെന്ന ഞാൻ അനേക പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്യാഗം സംഭവിച്ച് നമുക്ക് പെന്തക്കോസ്ത് സഭയിൽ ഇരിക്കാം. ആർക്കും പിടികിട്ടത്തില്ല, നമ്മുടെ ഉള്ളത്തിലറിയാം. നമുക്കിതൊരു വാണിംഗ് ആണ്. ചില കാര്യങ്ങൾ അദ്ദേഹത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറയാം. ഇത്രയും പ്രിവിലേജ് ഉള്ള ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രിവിലേജ് എന്താണ്? ഹി ഈസ് വാക്കിംഗ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. 3 വർഷം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാതൃകാപുരുഷനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ 3 വർഷം ഡെയിലി നടക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ജൂഡാസ് ഇസ്കറിയോത്ത്. വളരെ വ്യക്തിപരമായി കർത്താവിനെ ശ്രദ്ധിക്കുവാനും ഒരു നിലയിലും തൻ്റെ വിശ്വാസത്തിനൊരു കോട്ടം സംഭവിക്കാതെ കർത്താവിനോട് ചേർന്ന് നടന്ന് കർത്താവിനെ പഠിക്കാൻ, കർത്താവിൻ്റെ ആ നല്ല മാതൃക പിൻപറ്റുവാനുള്ള ശ്രേഷ്ഠമേറിയ അനുഭവം ലഭിച്ചയാളാണ് ജൂഡാസ്. ആ നിലയിൽ രണ്ടാമത്തെ കാര്യം, ഡയറക്റ്റായി ദൈവശക്തിയുടെ പ്രദർശനങ്ങൾ നേരിട്ട് കണ്ടവനും അല്പമെങ്കിലും ആ ദൈവശക്തിയിൽ ഭാഗവാക്കായവനുമാണ്. അത്ഭുതങ്ങൾ ജൂഡസും ചെയ്തു. 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ്
മൾട്ടിപ്ലൈയിങ് ദ ബ്രെഡ് എന്ന അത്ഭുതം ചെയ്തപ്പോൾ ആ റൊട്ടി കഴിച്ചവനും ആ അത്ഭുതം കണ്ടവനും ശേഷിച്ച ഭക്ഷണ സാധനം എടുത്തപ്പോൾ ഒരു കൊട്ട ചുമന്നവനുമാണ് ജൂഡാസ്. ഇതിനേക്കാളൊക്കെ വലുതെന്താണ്? എന്തൊരു പ്രിവിലേജാണിത്! ഇങ്ങനെ ഒരാളിന് വീട് പോകാനൊക്കോ? അങ്കലപ്പോടെ നിന്നപ്പോൾ, വേദനയോടെ നിന്നപ്പോൾ, പരിഭ്രാന്തി ഉണ്ടായപ്പോൾ കർത്താവ് കാറ്റിനെയും കടലിനെയും ശാസിച്ച് അതിൻ്റെ കോപത്തെ ഒരു വാക്കുകൊണ്ട് അമർത്തുന്നത് നേരിട്ട് കണ്ടനുഭവിച്ചവനാണ് ജൂഡസ്. ജൂഡസ്, നിനക്കിതെന്തു പറ്റി? തിങ്ക്, ചിന്തിക്ക്. 24 മണിക്കൂറും ജീസസിന്റെ കൂടെയാണ്. ആ എക്സാമ്പിൾ തനിക്ക് ഈസി ആയിട്ട് കോപ്പി ചെയ്യാം. തന്നത് കാണുകല്ലേ? ദ സ്പോട്ട്ലെസ് ബ്ലെയിംലെസ് lamb of God. He is walking with God, God in human flesh. എന്താണ് പ്രിയമുള്ളവരെ അത്? എന്താണത്? നമുക്ക് മനസ്സിലാകാത്ത കാര്യമാണത്. എങ്ങനെയാണ് ഒരു ആളിന് മാറാൻ കഴിയുന്നത്? യോഹന്നാൻ 7 അത്ഭുതങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ അത്ഭുതങ്ങളുടെ എല്ലാം ക്ലൈമാക്സ് ആണ് 4 ദിവസമായി നാറ്റം വെച്ച ലാസറസ് സ്വന്തം പെങ്ങൾ പോലും പറഞ്ഞത്, ഓ കല്ലുരുട്ടി മാറ്റണ്ട, നാറും. ലാസറേ പുറത്തു വരിക, ഒറ്റ വാക്കാണ്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ കബറടക്കിയ 4 ദിവസമായി നാറ്റം വെച്ച മനുഷ്യൻ പുറത്തു വന്നത് ഇത് കേട്ടതല്ല, നേരിട്ട് കണ്ടയാളാണ് ജൂഡാസ്. വാട്ട് എ പ്രിവിലേജ്! ശ്രേഷ്ഠമേറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്മാറാം. ഹൃദയത്തിൽ ക്ഷീണം തട്ടാം. ഹൃദയത്തിൽ മറ്റ് തീരുമാനങ്ങളിലേക്ക് മാറി വഴുതി പോകാം. ഇനി നേരിട്ട് യേശുക്രിസ്തുവിന്റെ ടീച്ചിങ്സ് മുഴുവനും കേട്ട കാതുകളാണ് ജൂഡസിൻ്റെത്, അല്ലേ? യോഹന്നാൻ 13 മുതൽ 17 വരെ ഉള്ളത് കേട്ട് കാണുകയില്ല. കാരണം താൻ ഇറങ്ങിപ്പോയ ശേഷമാണത് പറയുന്നത്. ബാക്കി എത്രയോ ദൈവരാജ്യത്തിൻ്റെ ദൂതുകൾ അദ്ദേഹം കേട്ടതാണ്. ഇടുക്കുവാതിൽ, ഞെരുക്കമുള്ള വഴി, കണ്ടെത്തുന്നവർ ചുരുക്കമാണ് എന്ന വാർണിങ്ങുകൾ കേട്ടയാളാണ് ജൂഡസ്. വാർണിംഗ് പാസേജുകൾ കേട്ടതാണ്. എങ്ങനെയാണ് നടക്കേണ്ടത്, ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ്, ഇതെല്ലാം നന്നായി അറിയാവുന്നവനാണ് ജൂഡസ്. നിത്യജീവന്റെ മൊഴികൾ കേട്ടവനാണ് ജൂഡസ്. I am the bread of life. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന്റെ ഉള്ളിൽ ജീവനുണ്ട്. ഒടുക്കലത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇതെല്ലാം കേട്ടയാളാണ്. അപ്പൊ മെസ്സേജ് ജീസസിൽ നിന്ന് നേരിട്ട് കേട്ടവർ പോലും പലരും നിന്നില്ല. അതിൽ പ്രധാനപ്പെട്ടയാളാണ് തെരഞ്ഞെടുത്ത 12 പേരിൽ ഒരാളായ ജൂഡസ്. നമുക്കിതൊരു വാർണിംഗ് ആണ് പ്രിയമുള്ളവരെ. നമുക്കിതൊരു വാർണിംഗ് ആണ്.
യൂദ എന്ന് പറയുന്ന ഈ കഥാപാത്രം കർത്താവുമായിട്ട് എത്ര ഇൻറ്റിമേറ്റ് ആയിരുന്നു, എത്ര ക്ലോസ് ആയിരുന്നു. ആ ആള് നഷ്ടപ്പെട്ടു പോയി. അന്ത്യകാലത്തിൽ ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഫരീസയന്മാരെ ഖണ്ഡിച്ചതും യേശു ദൈവരാജ്യത്തിൻ്റെ ഉപമകൾ പറഞ്ഞതും മുടിയനായ പുത്രൻ്റെ ഉപമ പറഞ്ഞ് ഒരാട് നഷ്ടപ്പെട്ടു പോയാൽ തിരയുന്ന ഇടയന് ഇതെല്ലാം ഹി നോസ് ഇറ്റ് ഓൾ. നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ എന്ത് പറയും? നോട്ടെല്ലാം എഴുതിയെടുത്തു. നമുക്കിത് എവിടെയെങ്കിലും പറയണ്ടേ? എല്ലാവരും എഴുതിയെടുത്തു. പക്ഷേ ഇതിനകത്ത് നിന്നില്ല. അതാണ് നമുക്ക് വാണിംഗ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഉപദേശങ്ങൾ കേട്ടയാൾ, അതും ഉപദേശിക്കുന്നയാൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ഉപദേശി, ടീച്ചർ. ഹി ഈസ് ദ ടീച്ചർ, അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഇനി അല്പം കൂടെ നമുക്ക് ആ ആളിലേക്ക്, കർത്താവായ ആളിനെ കുറിച്ച് പറയുന്നതിലേക്കൊന്ന് ഇറങ്ങാം. ഇത് ഞാൻ നിങ്ങളെ ഒന്ന് ഒരുക്കുമായിരുന്നു. The danger. Now how did he go? ജോൺസ് ഗോസ്പലിൽ ഒരുപാട് രംഗങ്ങൾ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 70-71 വാക്യങ്ങളിൽ ഒരു പേര് യൂദായെ കർത്താവ് വിളിക്കുന്നു. യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു എന്നുത്തരം പറഞ്ഞു. ഇതവൻ ശീമോൻ ഇസ്കറിയാത്താവിൻ്റെ മകനായ യൂദയെക്കുറിച്ച് പറഞ്ഞു. ഇവൻ 12 ഒരുത്തനെങ്കിലും അവനെ കാണിച്ചു കൊടുപ്പാനുള്ളവൻ ആയിരുന്നു. അത് എഴുത്തുകാരൻ കൂട്ടിച്ചേർക്കുക ഒരു കമൻട്രി. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ജീസസ് കോൾസ് ഹിം എ ഡെവിൾ. അപ്പം ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താ? കർത്താവ് ഏത് സാഹചര്യത്തിലാണ് ഇത് പറയുന്നത്? 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യത്തിലാണ് 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് ആ മാസ് മിറക്കിൾ ചെയ്യുന്നത്. അത് 4 സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അത്ഭുതമാണ് കർത്താവ് ചെയ്യുന്നത് ബേത്സയിദയിൽ വെച്ച്. അവിടെ ഈ അത്ഭുതം കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം കൂടെ കർത്താവിനെ രാജാവാക്കുവാൻ ഭാവിച്ചു എന്ന് തിരിച്ചറിഞ്ഞ് കർത്താവ് ശിഷ്യന്മാരെ പെട്ടെന്ന് അക്കരയ്ക്ക് വിടുന്നു. കർത്താവ് പ്രാർത്ഥിക്കാൻ മലയിൽ കയറുന്നു. അതിനുശേഷം ഈ പോയ ശിഷ്യന്മാരുടെ പടകിന് നേരെയുള്ള പോരാട്ടത്തെ കർത്താവ് ശാസിക്കാൻ വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നു. അങ്ങനെ അവർ അക്കരെ എത്തുന്നു. അടുത്ത ദിവസം ഭയങ്കര പുരുഷാരം യോഗത്തിന് അക്കരെ വരുന്നു. ഇതൊക്കെയാണ് 6-ാം അധ്യായത്തിൽ 16 മുതലുള്ള വാക്യങ്ങളിൽ. പക്ഷെ അക്കരയ്ക്ക് ആള് വന്നു കഴിഞ്ഞപ്പോൾ യേശു അവരെ ഉപദേശിക്കാൻ തുടങ്ങി. യേശു ഒരു അത്ഭുതം ചെയ്തില്ല. 6-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വാക്യങ്ങളിൽ വളരെ കാതലായ ഉപദേശം കൊടുക്കുകയാണ്. എന്താണ് യേശു 27-ാം വാക്യത്തിൽ പറയുന്നത്? നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. 2 തരത്തിലുള്ള ആഹാരമുണ്ട്. നിങ്ങൾ ഈ എന്നെ പിൻപറ്റുന്നത് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടാണ്. അതേതാണ്? അത് ഇന്നലെ തന്ന റൊട്ടി. അത് കഴിച്ചു, ഡൈജഷനായി, അത് രാവിലെ വേസ്റ്റിലായി. അത് നശിച്ചു പോകുന്ന ആഹാരമാണ്. അത് നിങ്ങളുടെ ഫെൽറ്റ് നീഡാണ്, നിങ്ങളുടെ റിയൽ നീഡ് അതല്ല. യേശു അവരെ വിവേചിച്ചു. 2-ാം ദിവസം അവർ യോഗത്തിന് വന്നിരിക്കുന്നത് നശിച്ചു പോകുന്ന ആഹാരം തപ്പിയ. ജനലക്ഷങ്ങൾ ലോകവ്യാപകമായി ഇതാണ് ചെയ്യുന്നത്. യേശുവിനെ അവര് പിൻപറ്റുന്നത് നശിച്ചു പോകുന്ന ആഹാരം, മെറ്റീരിയൽ കാര്യത്തിന് വേണ്ടിയാണ്. പക്ഷെ കർത്താവ് പറയുന്നു, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല. ഇന്നലെ നിങ്ങൾ ചോദിക്കാതല്ലേ ഞാനിത് തന്നത്.
ഇതിനല്ല എന്നെ അന്വേഷിക്കേണ്ടത്. നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുകയും. പ്രവർത്തിക്കുക എന്ന വാക്കൊക്കെ ഞാനവിടെ വ്യാഖ്യാനിക്കാൻ നിൽക്കുകയല്ല. അവർക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി. അവരുടെ മതത്തിൻ്റെ ആ രീതി അനുസരിച്ച് എന്തെങ്കിലും ഇനിയും ചെയ്യണോ ഞങ്ങൾ? പ്രവൃത്തി എന്നുള്ളത് കർത്താവ് ഉദ്ദേശിച്ചത് വിശ്വസിക്കുക എന്നാണെന്ന് അടുത്ത വാക്യത്തിൽ വളരെ വ്യക്തമാണ്. അവിടേക്ക് ഞാൻ പോകുന്നില്ല. പിതാവാം ദൈവം അയച്ചവരിൽ വിശ്വസിക്കുന്നത് തന്നെയാ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി. യേശു തന്നിലേക്ക് ഫോക്കസ് ചെയ്യാണ്. എന്നെ വിശ്വസിക്ക്, എനിക്ക് നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന ബ്രെഡ് തരാനുണ്ട്. എന്നിട്ട് അവിടെ ഒരു വാക്ക് പറയുക, അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു. പറഞ്ഞാൽ സോൾ ഏജൻസി ആ ബ്രെഡിൻ്റെത് എൻ്റെതാണ്. അവർക്ക് സന്തോഷമായി. എന്നാൽ പിന്നെ ഇത്തറ്റം വരെ യോഗത്തിന് വരണ്ടായല്ലോ, അല്ലാതെ ബ്രെഡ് കിട്ടുമോ? അപ്പോഴാണ് യേശു പറയുന്നത്, ഞാനാണ് ആ ബ്രെഡ്, എന്നെ ഭക്ഷിക്കണം. ഇതാണ് കോണ്ടെക്സ്റ്റ്. ഈ കോണ്ടെക്സ്റ്റിലാണ് ജൂഡാസിനെ പിന്നീട് ഡെവിളെന്ന് വിളിക്കുന്നത്. ഈ വലിയ പ്രഭാഷണം നടന്നു കഴിഞ്ഞപ്പോൾ ഈ ക്രൗഡിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. 6-ാം അധ്യായത്തിൻ്റെ 60-ാം വാക്യം. പുരുഷാരത്തിൻ്റെ റിയാക്ഷൻ നെഗറ്റീവാണ്. അവൻ്റെ ശിഷ്യന്മാർ പലരും അത് കേട്ട്, ഇത് കഠിനമാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. പ്രത്യേകം നോട്ട് ചെയ്യണം, യേശുവിൻ്റെ വചനത്തെ തിരസ്കരിച്ച ആളുകൾ ആരാണ്? അതിലൊരു കൂട്ടരാണിവർ. അപ്പം തലേദിവസം തിന്ന് മീനും കഴിച്ച് അത്ഭുതം ആസ്വദിച്ച് ആളുകൾ അടുത്ത ദിവസം യോഗത്തിന് വന്നപ്പോൾ യേശു വചനം പറഞ്ഞത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്താ യേശു പറഞ്ഞ വചനം? എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? യേശു വിളിക്കുന്നത് റാഡിക്കൽ ഡിസൈപ്പിൾഷിപ്പ്. എന്നെ ഉള്ളിലാക്കണം, ഞാനുമായി ഉടമ്പടി ബന്ധത്തിലേക്ക് വരണം. അവർ പറഞ്ഞ് നടക്കത്തില്ല. ശരിക്ക് വചനം പറയുന്ന ഇടത്ത് ആളുകൾ ഫിൽറ്റർ ആയിക്കൊണ്ടേയിരിക്കും. ചെവി തുറന്ന് ഇതെല്ലാവരും കേൾക്കണം. മനസ്സിലായോ? ഒരുപാട് ആൾ ധരിച്ചിരിക്കുന്നത് വചനം ശരിക്ക് പറയുന്നിടത്ത് ഇഷ്ടം പോലെ ആൾ കൂടുമെന്നാണ്. എനിക്കങ്ങനെ അഭിപ്രായമില്ല. ആള് ചിലപ്പോൾ കൂടും. ആള് കൂടിയാലും ശിഷ്യത്വത്തിലേക്ക് വരാൻ മടിയാണ്. അവർ യേശുവിനെ തഴയും. അതെന്താ? വില കൊടുത്തേ പോകും. യേശുവിൻ്റെ സുവിശേഷം ഡിമാൻഡിങ് ആണ്. യേശുവിൻ്റെ കൂടെ ക്രൗഡുണ്ട്. പക്ഷെ യേശു ഡിമാൻഡ് സ്പെൽ ഔട്ട് ചെയ്യുമ്പോൾ പാക്ക് ദ ബാഗ്. ഇതാണ് കുഴപ്പം. യൂദയാണ് അങ്ങോട്ടാ കൊണ്ടുവരേണ്ടത്. വരെ ഒന്ന് നോക്ക്, ഇതാർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. എന്നിട്ട് 66-ാം വാക്യം, അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ 12 പേരല്ല. കാരണം 67-ാം വാക്യം തൊട്ട് 12 പേരോട് യേശു സംസാരിക്കുന്നുണ്ട്. ശിഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവിൻ്റെ കൂടെ പോകാൻ സമർപ്പിക്കപ്പെട്ടവർ. അവർ 12 പേരിൽ പെട്ടവരല്ല, അല്ലാത്തവർ. They happened to be false disciples. They did not accept the radical demand of Jesus Christ. കാട്ടിക്ക് വചനം വന്ന് അവർ പ്രതീക്ഷിച്ചത് ഇന്നും നശിച്ചു പോകുന്ന ആഹാരം കിട്ടുമെന്ന്. ജീവങ്കലേക്ക് പോകുന്ന ആഹാരമുണ്ട്, ഞാൻ തരാം, അതിനാണ് എന്നെ അന്വേഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് പ്രസംഗത്തിൻ്റെ മുൻപിൽ ഇടറിപ്പോയി. അപ്പം നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ കാണും, വചനം തിരസ്കരിച്ചു, യേശുവിനെ തിരസ്കരിച്ചു. 15,000 ആളുകൾ യേശുവിനെയും 12 ശിഷ്യന്മാരെയും വിട്ടു പോവാണ്. നേരെ യേശു എന്ത് ചെയ്തു? ബ്രദറെ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരാം കേട്ടോ. കുഴപ്പമല്ലേ, ഞാൻ ഒന്നുകൂടെ ഗ്രീക്ക് നോക്കട്ടെ. ശരിയാ, ഞാൻ ഇച്ചിരി കട്ടിക്ക് പറഞ്ഞു പോയി. നൊന്തുപോയോ? കൈവിട്ട് പിടിച്ചോ? ഹലോ, ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. വേറെ ഒരു റെഫറൻസ് ഉണ്ട് കേട്ടോ. അയ്യോ, അമ്മമ്മക്ക് വേദനയായിപ്പോയോ? അച്ഛൻ വേദനയായിപ്പോയോ?
അയ്യോ ഞാൻ വീട്ടിൽ വന്നിരിക്കാം കേട്ടോ. പോകുന്നവർ പോയി. യേശുവിനെ അവർ സുബോധത്തിൽ, യേശുവിൻ്റെ പ്രസംഗം, യേശുവിൻ്റെ ഡിമാൻഡ് അവർക്ക് മനസ്സിലായി. ഇറ്റ് ഈസ് എ ഹാർഡ് സെയിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വി അണ്ടർസ്റ്റാൻഡ് യുവർ ഡിമാൻഡ്, വി ഡോണ്ട് വാണ്ട് ഇറ്റ്, വി റിജക്റ്റ് യു ആൻഡ് യുവർ ഗോസ്പൽ. അങ്ങനെ ഉള്ളവരുടെ പുറകെ യേശു പോകുന്നില്ല. ഇതെല്ലാവരും ഓർത്തോണം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 67-ാമത്തെ വാക്യത്തിൽ, ആകയാൽ യേശു 12 നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? കുബൂസ് കിട്ടിയില്ലെങ്കിലും ഞാൻ പോവില്ല. കാരണം നിൻ്റെ കൂടെ കൂടിയത് എനിക്കറിയാം നീ ആരാണ്. നിൻ്റെ പക്കൽ നിത്യജീവൻ്റെ മൊഴികളുണ്ട്. ഐ ആം ആഫ്റ്റർ ദാറ്റ്. നിങ്ങൾക്കും പൊയ്ക്കൂടെ എന്ന് ചോദിച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? 10,000-കണക്കിന് ആളുകൾ പോയാലും മെസ്സേജ് ഡയല്യൂട്ട് ചെയ്യത്തില്ല. മെസ്സേജിന് മാറ്റമില്ല. കാരണം മെസ്സേജ് നമ്മുടെ മെസ്സേജ് അല്ല. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അത് ഡയല്യൂട്ട് ചെയ്യാൻ ഭൂമിയിൽ ആർക്കും അധികാരമില്ല. എപ്പോഴും വരുമ്പോൾ ഈ കട്ടി മനസ്സ ദാറ്റ്സ് ദ വേ ഇറ്റ് ഈസ്. മെസ്സേജ് പറഞ്ഞ് കയ്യിലെടുക്കാനല്ല മെസ്സേജ്, അത് കൂലിക്കാരൻ ഉപദേശം ചെയ്യും. 10,000 15,000 കാണുമ്പോൾ നൃത്തം ചെയ്ത് ആരാധിച്ചും എന്താ കൈയടിച്ചും പിന്നെ തുള്ളിച്ചാടിപ്പിച്ചൊക്കെ എന്നിട്ട് കിട്ടും, നിനക്ക് കിട്ടും ഇന്ന് രാത്രി. അത് വേറെ ഇടത്ത് പോകണം, ഇവിടെ ഇല്ല. ഇവിടെ നിത്യജീവന്റെ മൊഴികൾ. Your real need is salvation from sin. നിങ്ങളുടെ വീട് കിട്ടുന്ന, വണ്ടി കിട്ടുന്ന, പിള്ളേർക്കെല്ലാം കൂടെ എന്താ പ്രൊമോഷൻ കിട്ടി ഏതാണ്ട് കിട്ടുന്ന പരിപാടി ഇവിടെ ഇല്ല. ഐ എം വെരി ക്ലിയർ ആൻഡ് ബ്ലണ്ട് വിത്ത് യു. നമുക്ക് യാതൊരു നിലയിലും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകരുത്. ജീസസ് ഈസ് ഓൾവേസ് ബ്ലണ്ട്. അതെന്താ? എൻ്റെ പഠനത്തിൽ മനസ്സിലായത് യേശു ആരെയും ചതിച്ചിട്ടില്ല, മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടില്ല. The primary issue is eternal life in Christ. ദൈവം ഈ സഭയെ കണ്ടിരിക്കുന്നത് അതിനാണ്. അത് വേണ്ട, reject you, bye. അത്രേ ഉള്ളൂ. Doubts ഉണ്ടോ? We can clear it. ആരും നശിച്ചു പോകരുതെന്നാണ് ദൈവത്തിൻ്റെ ഹിതം. അപ്പം നിങ്ങൾ ചോദിക്കും, കർത്താവിന് ഇവരോട് സ്നേഹമില്ലേ? സ്നേഹമുണ്ട്. അതുകൊണ്ടല്ലേ അവരെ രക്ഷിക്കാൻ ഈ നിത്യജീവന്റെ വചനം പറഞ്ഞത്. പക്ഷെ ഇവർ യഹൂദനാണ്. ഞങ്ങളുടെ പാരമ്പര്യത്തിൽ ഇനി എന്നാ പറഞ്ഞാലും ഞങ്ങൾ വരില്ല. We don't want your gospel. അവരും 6-ാം അധ്യായം മുഴുവനും വായിക്കണം. അവരും പറഞ്ഞു യോസഫിന്റെ മോനല്ലേ ഇതെന്ന്. എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊന്നും ഞങ്ങളെ പഠിപ്പിക്കാൻ പറയണ്ട. ജീസസ് അവരുടെ പുറകെ പോയില്ല. ജീസസിന് വേദനയുണ്ടോ? ഐ ബിലീവ് യെസ്, ഹി ലവ്സ് ദം. പക്ഷേ മനുഷ്യന് ഫ്രീ വില്ലാണ്. ഇറ്റ് ഈസ് ഹിസ് ചോയ്സ്. ആരെയും ദൈവം നിർബന്ധിക്കുന്നില്ല. ദൈവത്തിൻ്റെ കരുണയുടെ ആഴമല്ലേ ഈ സ്വർഗീയമായ മഹിമകളെല്ലാം വെടിഞ്ഞ് ദൈവത്തിൻ്റെ പുത്രൻ ഈ താളഭൂമിയിൽ മനുഷ്യവേഷത്തിൽ ഇറങ്ങിയത്. ഇതിനപ്പുറത്ത് എന്താണ് വേണ്ടത്? എന്നിട്ട് നേരിട്ട്
അവരോട് തിരുവായ് മൊഴിഞ്ഞ് പറയുകയാണ്, വേണ്ടേ? യേശു പക്ക പരസ്യമായിട്ട് പറയുകയാണ്, ഹീ ഈസ് ദ മസായ. അവിടുന്നാണ് ജീവന്റെ ബ്രെഡ്. അല്ലാതെ ഇത് മറച്ചൊന്നും പറയല്ല, സ്പഷ്ടമായി. And they refused Jesus and they went their way. അങ്ങനെ ഒരുപാട് കേസസ് ഉണ്ട്. എൻ്റെ പ്രധാന വിഷയം അതല്ല. ധനാഢ്യനായ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ ഓർക്കും ഇവൻ അടുത്ത ഞായറാഴ്ച സ്നാനപ്പെടാൻ പോവാം. മർക്കോസ് മാത്രം എഴുതിയിട്ടുണ്ട് യേശു അവനെ സ്നേഹിച്ചെന്ന്. പക്ഷെ യേശുവിൻ്റെ ഡിമാൻഡ് മുന്നിൽ വെച്ചപ്പോൾ അവൻ സങ്കടത്തോടെ പോയി. ഉടനെ, മോനെ വീട് വിടടാ, ഞാൻ നിന്റെ വീട്ടിൽ വന്നിരിക്കാൻ പോവാ. No. He is rejecting the gospel. See, ഒരുവൻ ഒരബദ്ധത്തിൽ വീണു, പാപത്തിൽ വീണു, നമ്മൾ ചെല്ലുകയും കൂടെ ഇരിക്കുകയും, ബ്രദർ സിസ്റ്റർ, അത് തെറ്റാണങ്ങനെ, നമ്മൾ കറക്ഷൻ. പക്ഷേ ഈ മിടുക്കാകുക, and you say that you don't want the church or the ministry and the word and everything, that's your choice. We have nothing to say. We have nothing more to offer. Jesus in the position of that, I offered you eternal life. അതിനപ്പുറത്തെന്താണ്? There is nothing more for Jesus to offer. നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് 67 മുതൽ 69 വരെ 12 ശിഷ്യന്മാരുടെ സമർപ്പണമാണ്. പീറ്ററാണ് സംസാരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഇതങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് 70-71 വാക്യത്തിൽ ജീസസ് പറയുന്നത്, വൺ ഓഫ് യു ഇസ് എ ഡെവിൾ. നമ്മളായിരുന്നെങ്കിൽ ആ യോഗത്തിന് ഇനി പറയണ്ട, കാരണം 15,000 പേര് പോകുന്നിടത്ത് പക്ഷേ ഇവനോട് പോയി കഴിഞ്ഞാൽ പിന്നെ സഭ കൊച്ചായി പോവില്ലയോ? കട്ടി നമ്മളെ ഇത് 12 പേര് മാത്രമേ ഉള്ളൂ ഓഡിയൻസ്. അവരിൽ പറയും, നിങ്ങൾ ഒരുത്തം പിശാചാന്ന്. ഷോക്കായി കാണും. വാട്ട് ഈസ് ദിസ്? ഒരുപാട് ആളുകൾക്ക് പറ്റുന്നത്, many people have journeyed after another Jesus. So when you come before God's mighty word, you will be shocked, and many of you are shocked. പലയിടങ്ങളിലും മറ്റൊരു ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. നിത്യജീവനേക്കാൾ വലുത് ആഹാരത്തിൻ്റെ വഴിയൊരുങ്ങുന്ന ഒരു യേശുവിനെ പ്രസംഗിക്കുന്നു. അതിനകത്തിങ്ങനെ കൊഴുത്ത് വളർന്നവർക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മെസ്സേജുകൾ ഇങ്ങനെയുള്ളത് കേൾക്കുമ്പോൾ അവർക്ക് ഷോക്കായി പോകും. അതാണ് പലർക്കും സംഭവിക്കുന്നത്. ആത്മീക വർധനവിനുള്ളത് നിത്യജീവൻ്റെ ദൂതുകളാണ്. മറ്റേത് ഭൗതിക വർധനവിനുള്ളതാണ്. അത് നശിച്ചു പോകുന്ന ആഹാരമാണ്. പാസ്റ്ററെ, നശിച്ചു പോകുന്ന ആഹാരം അതും വേണ്ടേ? കർത്താവ് തരുന്നല്ലോ, അവർക്കും കൊടുത്തല്ലോ. അത് ഫോക്കസ് ആയപ്പോൾ കർത്താവ് പറഞ്ഞു, നോ, ഐ ഹാവ് അനദർ ബ്രെഡ് that will lead you to eternal life. അവർ മിസ്ഗൈഡഡായി. എല്ലാ സുവിശേഷകരും യേശുവിനെയാണ് കോപ്പി ചെയ്യേണ്ടത്. ഹി ഈസ് ദ പ്രോട്ടോടൈപ്പ് ഓഫ് ദി ഇവാഞ്ചലിസ്റ്റ്. മിസ്ഗൈഡഡ് ആയവരെ നല്ല കൃത്യമായ കാര്യം പറഞ്ഞ് അവരെ തിരിക്കുകയാണ്. അതാണ് ശരിക്കും ഒരു സുവിശേഷകൻ ചെയ്യേണ്ടത്, ഒരു പാസ്റ്റർ ചെയ്യേണ്ടത്. You are wrong. Right is Jesus. ബൈബിൾ വെളിപ്പെടുത്തുന്ന ക്രിസ്തുവും ക്രിസ്തുവിന്റെ വചനവുമാണ്. नहीं नहीं, हम लोग ऐसा, हमारा ये परिचय नहीं है. ओ
That is another Jesus who will offer only your felt need. ജീസസ് ഓഫ് ദ ബൈബിൾ ഫെൽറ്റ് നീഡ് കൊടുക്കും, പ്രയോറിറ്റി യുവർ റിയൽ നീഡ് വിച്ച് ഇസ് ഇറ്റേണൽ ലൈഫ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. ഈ കോണ്ടെക്സ്റ്റിലാണ് ജൂഡസിനെ കുറിച്ചാണെന്ന് പിന്നീട് ഒരു അടിക്കുറിപ്പ് എഴുത്തുകാരൻ പറയുകയാണ്. വൺ ഓഫ് യു ഇസ് എ ഡെവിൾ. So blunt. അല്ലേ? If Jesus is the pastor, this is the way he preaches. Really? അയ്യോ, അതല്ലേ എഴുതിയിരിക്കുന്നേ. നമ്മളിത് എടുത്തു പറയുന്നല്ല ഉള്ളത്. അങ്ങനെയാ യേശു തെരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണ്. അവിടെ യേശു അത് പറയുമ്പോൾ ജൂഡസിൻ്റെ കപടഭക്തിയെ പൊളിക്കുകയാണ്. മാനസാന്തരപ്പെടാനുള്ള അവസരം അവിടെ തുടങ്ങുകയാണ്. ആർക്കും അറിയത്തില്ല ഇതാരാണെന്ന്. ഇവരെ എല്ലാവരെയും കളിപ്പിച്ച് നടക്കുകയായിരുന്നു. ഇങ്ങനെ സഭകളിൽ ആളുകളുണ്ട്, ആർക്കും അറിയില്ല. കാരണം ഈ അത്ഭുതത്തിലും വളരെ ആക്റ്റീവായിട്ട് ജൂഡസ് പാർട്ടിസിപ്പേറ്റ് ചെയ്താണ്. ശേഷിപ്പുകൾ കളയല്ലെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹവും കൊട്ട പൊക്കുന്നത് ബാക്കിയുള്ളവർ കണ്ടതാണ്. വൺ ഓഫ് യു സെഡ് എവിടെ എന്ന് പറഞ്ഞാൽ നിന്നെക്കുറിച്ചാടാ പറഞ്ഞത്. നോ, ഇൻഫാക്റ്റ് സുവിശേഷങ്ങൾ അവരെല്ലാവരും ചോദിക്കാൻ തുടങ്ങി. മറ്റൊരു ഭാഗത്ത് പിന്നീട് ഞങ്ങളാന്നു, മത്തായിച്ചനും ചോദിച്ചു, യോഹന്നാൻ ചോദിച്ചു, ഞാനാന്നു, യൂദാ വലിയ കള്ളനും ചോദിച്ചു, ഞാനൊന്നു. അവൻ്റെ ആയിരുന്നു കുറച്ചുകൂടെ ആത്മീയമായിട്ടല്ലേ. അത് ഞാൻ എൻ്റെ പാരഫ്രൈസാണ് ഇപ്പം നടത്തിയത്. എവ്രിബഡി ആസ്ഡ്. ഭയങ്കര കള്ളൻ, പഠിച്ച കള്ളൻ. എന്ത് കള്ളത്തരമാണെങ്കിലും യു കനോട്ട് എസ്കേപ്പ് ജീസസ്. അത് നമ്മൾ മനസ്സിലാക്കുക. യു ജസ്റ്റ് കാൻറ്റ് എസ്കേപ്പ് ജീസസ്. അവൻ കർത്താവിൻ്റെ കൂടെ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ കുടുംബക്കാരനല്ല. ദാറ്റ്സ് ദ പോയിന്റ്. ശ്രദ്ധിക്കണേ, പുറത്തുള്ളവരെ നോക്കുമ്പോൾ ഹി ഈസ് എ ഡിസൈപ്പിൾ ഓഫ് ജീസസ്. ഹി ഈസ് പാർട്ട് ഓഫ് NLAG. ട്രൂലി ഹി ഈസ് നോട്ട്. ലോക്കൽ ചർച്ചിൻ്റെ അംഗത്വമെടുക്കുന്നതും സഭയുടെ ഓരോ ആക്ടിവിറ്റികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും നാണയത്തിൻ്റെ ഒരു വശം മാത്രമേ ഉള്ളൂ. അതൊന്നും പ്രിയ സഹോദര സഹോദരി ഒരു ജെനുവിൻ ഡിസൈപ്പിൾ ആണെന്നുള്ളതിൻ്റെ തെളിവുകളല്ല. ഹാർഡ് മെസ്സേജ് മനസ്സിലാക്കണം. അത് യു ആർ പാർട്ട് ഓഫ് NLAG. ദാറ്റ് ഡസൻറ്റ് മേക്ക് യു എ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇതിനകത്തിരുന്ന് യു ക്യാൻ ബി ആൻ അപ്പോസ്റ്റേറ്റ് പേഴ്സൺ. അതാണ് നമ്മളെ നടുക്കേണ്ടത്. എനി വൺ ഓഫ് അസ് ക്യാൻ. അനുദിനം നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കേണ്ടത് നമ്മളേവരുമാണ്. നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. നമ്മുടെ മൈൻഡിലൂടെ ചിന്തകൾ വരും, നമ്മളെ കറക്കുന്ന, മോഹിപ്പിക്കുന്ന, ഹൃദയത്തിൻ്റെ ഏകാഗ്രതയെ മാറ്റുന്ന, മറ്റു പല ഇടങ്ങളിലേക്ക്, വ്യക്തികളേക്ക് ഒക്കെ നമ്മളെ മാറ്റുന്ന പല കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ പോരാടണം. ദൈവം എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ചർച്ചിലാണ്, ഈ വചനം കേൾക്കാനാണ്. ഞാൻ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ ഞാൻ വിടത്തില്ല. ഇനി എന്നൊക്കെ വന്നാലും വിടത്തില്ല. ജൂഡസ് മറഞ്ഞുപോയി. ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു എനി വൺ. വേദപുസ്തകം പറയുന്നത് ഗാർഡ് യുവർ ഹാർട്ട്.
നമ്മളാണ് നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കേണ്ടത്. എങ്കിലും നിങ്ങളിൽ ഒരുത്തനൊരു പിശാചാണ്. ഈ പിശാചാണെന്ന് പറയാം, വൈ ഈസ് ദാറ്റ്? ശരിക്കും ആ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം പിശാചിൻ്റെ സ്വഭാവങ്ങൾ പലതും ഇപ്പോൾ ഹൃദയം യേശുവിൽ നിന്നുള്ള അലീജിയൻസ് മാറിയപ്പോൾ പല പൈശാചിക സ്വഭാവങ്ങളിൽ അവന് അടിമയാകാൻ തുടങ്ങി, വെളിപ്പെടാൻ തുടങ്ങി. ഞാനത് വിവരിക്കാം. കള്ളം പറയാൻ തുടങ്ങി, കൊല്ലാൻ തുടങ്ങി, മോഷ്ടിക്കാൻ തുടങ്ങി. ഒറ്റ വാക്കിൽ കർത്താവ് പറഞ്ഞത്, നിങ്ങളിലൊരുവൻ ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ ഡെവിൾ സ്റ്റാർട്ടഡ് ടു ഡെവലപ്പ് ആൻഡ് പരസ്യപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. കള്ളം പറയുക അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 5-6 വാക്യം. രംഗം നമുക്കറിയാം. പരിമളതൈലം പൂശി കർത്താവിനെ ആരാധിക്കുന്ന മറിയ, നമുക്കറിയാമെന്ന വേദഭാഗം ആദ്യത്തെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളുള്ളതാണ് കാണുന്നത്. അതിൽ 5-6 വാക്യം. ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ട് പണസഞ്ചി തൻ്റെ പക്കലാകിയാൽ അതിൽ ഇട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. 2 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കള്ളം പറഞ്ഞു, എന്താ തെറ്റിദ്ധാരണ കൊടുത്തു, ഭയങ്കര ഹോളി ഫിഗറാ, എത്രയോ സാധുക്കൾ അല്ലേ, ഇതൊക്കെ പറഞ്ഞു. പക്ഷെ പറഞ്ഞത് എന്തിനാണെന്ന് ജോൺ പറയാ, ആള് കള്ളനാണ്. അപ്പൊ പണസഞ്ചിയിലിട്ടത് ചൂണ്ടുമായിരുന്നെന്ന്. അവിടെ ചൂണ്ടുക എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ ഇട്ടത് എടുക്കുക എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ പിൽഫർ എന്ന വാക്കാണ്. പിൽഫറിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? അതിനാണ് ഞാൻ ചൂണ്ടുക എന്ന് ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ ഇപ്പം 300 വെള്ളിക്കാശ് ഇട്ടാൽ മൊത്തം അടിക്കുക, ഹോൾസെയിൽ അടിക്കുകയില്ല, അത് കണ്ടുപിടിക്കത്തില്ലേ? ഒരു 25-30 അങ്ങ് മാറ്റിയത് അങ്ങനെ. അപ്പം മോഷണമുണ്ട്. മോഷണം മനസ്സിലാക്കാതിരിക്കാൻ നല്ലപോലെ കള്ളം പറയും. ചിലർ കള്ളം പറയും, എന്നോ കള്ളമാണ് പറയുന്നറിയോ? ചുട്ട കോഴിയെ ആരാണ്ട് പറഞ്ഞ് പറപ്പിക്കുമെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ പറക്കുമെന്ന്. ഭയങ്കരമായിട്ട് കള്ളം പറയും. ഇതെല്ലാം ഈ പുള്ളിയുടെ ഓരോ ഇനങ്ങളാണ്. ആത്മീകമായ വാക്കുകൾ പറഞ്ഞ് ആളുകളെ ഇളക്കും. ഭയങ്കര ആത്മീയം. ഞാൻ കാണിക്കാം നിങ്ങളെ. മത്തായിയുടെ സുവിശേഷം 26-7-8 വാക്യം ഞാൻ വായിക്കാം. ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെൺകൽ ഭരണി എടുത്തുകൊണ്ട് അവൻ്റെ അടുക്ക് വന്നു. അവൻ പന്തിയിൽ ഇരിക്കുമ്പോൾ അത് അവൻ്റെ തലയിൽ ഒഴിച്ചു. ശിഷ്യന്മാർ അത്, അവിടെ കേട്ടോ, ശിഷ്യന്മാരത് കണ്ടിട്ട് മുഷിഞ്ഞു. ജോണിൽ ജൂഡസിൻ്റെ മാത്രമേ ഉള്ളൂ. മത്തായി വെളിപ്പെടുത്തുക, ശിഷ്യന്മാരത് കണ്ടിട്ട് മുഷിഞ്ഞു. ഈ വെറും ചെലവ് എന്തിന്? ഇത് വളരെ വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. എങ്ങനെ അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് നമ്മൾ യോജിക്കുന്നത്? എല്ലാവരും ഇത് ശ്രദ്ധിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം. ഇത്രയും വചനം കേൾക്കുന്ന ഇടത്തുനിന്ന് ആളുകൾ പരാജയപ്പെടുന്നത് എങ്ങനെയാണ്? അതാണ് ജൂഡസിന് പറ്റിയത്. ജൂഡസ് ഈ കാര്യം അവതരിപ്പിച്ചത് ബാക്കി 11 പേരെയും സ്വാധീനിച്ചു. നോക്ക എങ്ങനെയാണ്, ക്രിസ്തുവിൽ നിന്ന് മാറ്റുകയാണ്. ഈ പാഴ്ചെലവ് ഇതൊക്കെ നമ്മൾ എന്തിനാ? ഇത് ട്രഷറിയിൽ വരണം, അതിനകത്ത് നിന്ന് ചൂണ്ടണം, അതിന് കള്ളം പറയുക, അതിന് വേറെ ഒരു നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. എന്തിനാ ഇത്? അവരവരുടെ പരിധിയിൽ അവരവർ നിന്നാ പോരെ.
ഉണ്ടോ? വേറെ ഒരു നിലയിൽ ഇത് അവതരിപ്പിച്ച് ചേഞ്ച് ചെയ്യുക, അത് ചേഞ്ച് ചെയ്ത്. പക്ഷേ ഞാൻ മറിയെ ഓർത്ത് സ്തോത്രം ചെയ്യുക, ഈ വിമർശനമൊന്നും പുള്ളിക്കാരത്തേക്ക് ഇതൊന്നും വിഷയമല്ല. മറിയയ്ക്ക് നല്ല ഉറപ്പാണ് ആരെയായി ആരാധിക്കുന്നത്. ഷി വെന്റ് ഓൺ ആൻഡ് ഓൺ. ജീസസിൻ്റെ പെരുമാറ്റം എനിക്ക് ധൈര്യം പകരുക. എന്താ? അവളെ വിട. ആരാധിക്കുന്ന, ചെലവഴിച്ചാരാധിക്കുന്ന ആളിൻ്റെ മേലാണ് ഉടയവൻ്റെ ദൃഷ്ടി. പാര വെക്കാൻ വരിക. എന്നോ പാരയല്ല, ഇത് ടോർപ്പിഡോയാ. എന്ന് വെച്ചാൽ ഇത് വലിയ എന്ന് പറഞ്ഞാൽ ഇത് ചിലർ വെക്കുന്ന പാര എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടത്തില്ല. ചിലത് പെട്ടെന്ന് ഡും പൊട്ടി, അത് രണ്ടെണ്ണത്തെ കൂടെ ക്യാൻവാസ് ചെയ്ത്. മറ്റേ ചിലത് വെച്ചേച്ച് അങ്ങോട്ട് ഡും 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 പലയിടത്ത് പൊട്ടും. പക്ഷേ പല കാര്യങ്ങളും എന്ത് ഉണ്ടോ? അയ്യോ, ഇത് എവിടെയാണ് ആ ക്ലാസ് എടുത്തുകൊണ്ട് വന്നത്? ഏത് സ്കൂളിലാണ് ഇത് പഠിച്ചത്? യൂദയുടെ സ്കൂളിൽ. ഓഹോ, യൂദയുടെ സ്കൂളിൽ പഠിച്ചത്. This is why Jesus called him a devil, expert in lying. യേശുവിൻ്റെ കൂടെ നിന്ന് ഈ വചനമെല്ലാം കേൾക്കുമ്പോഴും ഹൃദയം ഇപ്പം മാറി, ഹൃദയം മാറി, വശീകരിക്കപ്പെട്ടു പോയി. കള്ളത്തിന് കള്ളം പറയും. ഒരു ദിവസം കൊണ്ടല്ല ഈ പണക്കൊതി കയറിയത്, ഇത് നാളുകളായി ചൂണ്ടുകയാണ്. It has become part of his nature. ഡെവിളിൻ്റെ സ്വഭാവമാ. അപ്പൊ കേട്ടോളീ, ഞാനും നിങ്ങളും മോട്ടിക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്, ഇല്ല പറ. ഗവൺമെൻറ് വെച്ചിരിക്കുന്ന കണക്കിനപ്പുറത്ത് കയ്യിൽ കാശ് ന്യായമായി ഉണ്ടെങ്കിൽ അതിന് ഇൻകം ടാക്സ് കൊടുക്കണം. അല്ലാത്തവൻ ഭയങ്കര കള്ളനാണ്, മോഷ്ടാവാണ്. ഇപ്പം ആരും കൈവക്കണ്ട, മനസ്സിലായോ? വസ്തു മേടിക്കാൻ നേരം അത്രയും വെക്കണ്ട. ഇപ്പം ആരും അങ്ങനെയല്ല വെക്കുന്നത്. അച്ഛാ അതിൻ്റെ അസൽ എത്ര? ചിലവ് 10 ലക്ഷം രൂപ. എത്ര അച്ഛൻ വെച്ചിരിക്കും? ഞാൻ 5 കാണിച്ചോളൂ, ഇപ്പം 5 കാണിച്ചോളൂ. പ്രത്യേകിച്ച് വന്ന പുള്ളിയും പറഞ്ഞ് 5 കാണിച്ചാൽ മതി. നീ കള്ളനാ നീ. അയ്യോ, എന്നോടായിരുന്നോ? അല്ല, എനിക്കറിയത്തില്ല ആരോടാന്ന്, എനിക്കറിയത്തില്ല, അതുകൊണ്ടല്ലേ. കള്ളനാ, കള്ളതരല്ലേ അത്? ആണോ അല്ലയോ? ആ യൂദയെ പറഞ്ഞിരുന്നപ്പോൾ നമ്മളെല്ലാം എറിയായിരുന്നു. ഇപ്പം തിരിഞ്ഞു, നമ്മുടെ ഇടയിലും ഒക്കെ ഉണ്ട്. കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ചെറുക്കനെയും പെണ്ണിനെയും കൂടെ അങ്ങ് വിദേശത്ത് വിട്ടത് ഓർക്കുന്നോ? അവന് 10 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയാം, എക്സ്പീരിയൻസ് ഉണ്ട്. പ്രഷറിന് പ്ലഷർ ഉണ്ടെന്ന് പറയുന്ന പുള്ളികളുണ്ട്. എന്താ ചെയ്യുന്നു? അതെല്ലാമായി കള്ളത്തരം, അതെല്ലാമായി മോഷ്ടിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കാശുണ്ടാക്കുന്നതിന് കണക്ക് വേണം. എല്ലാ കണക്കും ബാങ്കിലൂടെ പോകണം. അതിന് ഇത്ര തുകയാണ്, ആ തുകയ്ക്കപ്പുറമുള്ളത് ടാക്സ് കൊടുക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ വെട്ടിക്കുകയാണ്. അയ്യോ, അതറിയത്തില്ലായിരുന്നു. മാനസാന്തരപ്പെട്, ഈ മാസം മുതൽ കണക്ക് വെക്ക്. കള്ളത്തരം പറയുമോ? അവനെ പപ്പ ഇവിടെ ഇല്ലെന്നങ്ങ് പറഞ്ഞേരും. അപ്പോൾ അവനിവിടെ എപ്പോൾ വിളിച്ചാലും പപ്പ ഇല്ലല്ലോ മോളെ, എന്താ? ഊടാടി സഞ്ചരിക്കുക, പപ്പ ഒരിക്കലും ഇല്ല വീട്ടിൽ. എല്ലാം കള്ളത്തരമാണ്. കള്ളമല്ലേ? പിന്നെ പിശാചിൻ്റെ ഒരു സ്വഭാവമാണ്, മോഷ്ടിക്കുന്നു, കള്ളം പറയുന്നു, കൊല്ലുക. ജോൺ 8:44 ഞാൻ ഈ പറയുന്നത്. യൂദ എന്താ കൊന്നത്? യേശുവിനെ ക്രൂശിക്കാൻ
കൂട്ടുനിന്നു. ജീസസ് പറയാൻ യു ആർ എ ഡെവിൾ. ഏതായാലും നമ്മൾ ആ കാര്യത്തിൽ നമ്മളൊന്നുമില്ല. ഓ പ്രൈസ് ദ ലോർഡ്. ഉണ്ട്. മത്തായി 5:21 മുതൽ എന്തുണ്ട്? സഹോദരൻ നേരെ കോപിക്കുക, നിസാര എന്ന് വിളിക്കുക, പിന്നെ റാഖ, അല്ലേ? 3 കാര്യങ്ങൾ അവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു മർഡർ. ജീസസ് പറയുക, one of you is a devil. എന്നിട്ട് ഈ മനുഷ്യൻ ബാക്കിയുള്ള ശിഷ്യന്മാരെ കൂടെ ഇൻഫ്ലുവൻസ് ചെയ്തെന്നുള്ളതാണ്. ഹീസ് എ തീഫ്, ഹീസ് എ ലയർ ആൻഡ് ഹീസ് എ മർഡർ. അതിനെക്കുറിച്ച് ഒത്തിരി കാര്യം പറയാനുണ്ട്, എങ്കിലും ഞാനവിടെ നിർത്തുക. യോഹന്നാൻ 13 യോഹന്നാൻ 6 12 13 അന്ത്യ അത്താഴത്തിനിരിക്കുക. 21 മുതലുള്ള വാക്യങ്ങൾ. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ചു. കാണിച്ചു കൊടുക്കുന്നത് ബിട്രയർ, ഡെവിൾ ബിട്രയർ. ഇതാരെക്കുറിച്ച് പറയുന്നു എന്ന് ശിഷ്യന്മാർ സംശയിച്ച് തമ്മിൽ നോക്കി. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. ശീമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി. അവൻ പറഞ്ഞത് ആരെക്കൊണ്ട് എന്ന് ചോദിപ്പാൻ പറഞ്ഞു. ഏതായാലും പറഞ്ഞില്ല, അല്ലെങ്കിൽ അട്ടി പാഴ്സലായിരുന്നു. ശീമോൻ ചോദിച്ചു. അന്നേരം യോഹന്നാൻ അങ്ങ് പറഞ്ഞു, ഒരൊറ്റ ചാട്ടത്തിന് വന്ന് താങ്ങിയനെ. എൻ്റെ ചിന്തയാന്നേ, ആംഗ്യം കാണിച്ചു. അവൻ യേശുവിൻ്റെ നെഞ്ചോട് ചാഞ്ഞ്, കർത്താവേ അത് ആർ എന്ന് ചോദിച്ചു. ഞാൻ അപ്പക്കണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കണ്ണം മുക്കി ശീമോൻ ഇസ്കറിയോത്താവിൻ്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. ആ ഗ്രൂപ്പിൽ ഒറ്റ ആൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, ജോണിന്. മാറോട് ചേർത്ത് ചോദിച്ചു. ജീസസ് പറഞ്ഞതാണ്. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കണം മോളെ, താഴോട്ട് നീ അവിടെ എടുത്തെങ്കിൽ താഴോട്ടൊന്ന് വായിക്കണം. 26 കഴിഞ്ഞ് 27 തൊട്ട് എഗെയിൻ. കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. 13:1 മുതൽ 4 വരെ വായിക്കുമ്പോൾ സാത്താൻ അവനെ തോന്നിപ്പിച്ചെന്നുണ്ട്. മോളെ നീ അങ്ങോട്ടൊന്ന് പോയി ആ വാക്യം ഒന്ന് വായിച്ചേ. 13:1 മുതൽ. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അത്താഴമായപ്പോൾ പിശാച് ശിമോന്റെ മകനായ യൂദ ഇസ്കറിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിപ്പിച്ചതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മൾ വായിച്ചത് എന്താണ്? സാത്താൻ അവന്റെ ഉള്ളത്തിൽ കടന്നു, അല്ലേ? പിന്നെ നിയന്ത്രണം കംപ്ലീറ്റ് വിട്ടു. ഇത് നാളുകളായിട്ട് തുടങ്ങിയതാണ്. ഒത്തിരി ചാൻസസ് അവന് കൊടുക്കുക. അവൻ്റെ കാല് കഴുകി. അവിടെയും കർത്താവ് ഒരു വാർണിംഗ് പറയുന്നത് എന്തെന്നറിയാമോ? നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരല്ല. ജോൺ ഒരു കുറിപ്പെഴുതി, ഇതവൻ ഇസ്കറിയോത്തോ യൂദയെക്കുറിച്ചാണ് പറഞ്ഞത്. എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ. അവസാനം പറയും, ഇവിടെ ജോൺ പറയുക, സാത്താൻ അവൻ്റെ ഉള്ളത്തിൽ കടന്നു. അടുത്തത്, യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ഇത് ഇന്നതിനെ കുറിച്ച് പറഞ്ഞു എന്ന് പന്തിയിലിരുന്നവരിൽ ആരും അറിഞ്ഞില്ല. പണസഞ്ചി യൂദയുടെ പക്കലാകയാൽ പെരുന്നാളിൽ വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി. കണ്ണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റുപോയി. അപ്പോൾ രാത്രിയായിരുന്നു.
അത് ഭയങ്കര യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ രാത്രി ഇരുട്ട് എന്നുള്ളതിന് വളരെ മീനിങ് കേവലം ഹി വെൻറ്റ് ഇൻ ടു ദ നൈറ്റ് എന്ന് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അവൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ടിലേക്ക് അവൻ പോയി. നിക്കോദിമോസ് രാത്രിയിൽ വന്നു. ദാറ്റ് ഷോസ് എ സ്പിരിച്വൽ കണ്ടീഷൻ. ദാറ്റ്സ് ദ വേ ജോൺ റൈറ്റ്സ് ദ ഗോസ്പൽ. കണ്ടം വാങ്ങി, ഹി ഈസ് ഗോൺ ഇൻ ടു ദ ഡാർക്ക്. മൈ ക്വസ്റ്റ്യൻ, ജീസസ്, why did you go after him? മോനെ, നീ അങ്ങനെ ചെയ്യും? ഇൻഫാക്റ്റ് ജീസസ് പറഞ്ഞ വേദത്തിൽ പോയി ചെയ്യും. Think. Enough chances have been given. Now he is controlled by Satan. അവൻ പോകുന്നത് പുരോഹിതന്മാർ മഹോപുരോഹിതനുമായിട്ട് അലയൻസ് ഉണ്ടാക്കി കർത്താവിന് വേണ്ടി വിലപേശാൻ പോകുക. എവിടെ നിന്ന്? ഈ അപ്പർ റൂമിൽ നിന്ന് ഡയറക്റ്റ് ദൈവ സാന്നിധ്യത്തിൽ പിശാചകത്ത് കയറി. അയ്യോ, അങ്ങനെയൊക്കെ നടക്കുമോ? അല്ല, അങ്ങനെയല്ലേ വായിച്ചേ. അതെന്താ കാര്യം? ഹൃദയം അതിന് കൊടുത്തു. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഹൃദയം കൊടുക്കാത്ത ഒറ്റയാളിൻ്റെ ഉള്ളത്തിൽ പിശാച് കയറത്തില്ല. ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ് ആൻഡ് യു ഹാവ് നോട്ട് ഗിവൺ യുവർ ഹാർട്ട് ടു എനി ഈവിൾ ഫോഴ്സസ്, the devil has no authority. But if you open your heart, he will. എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത വരികയാണ്. യാദൃച്ഛ്യമായി ഒരിക്കൽ പെന്തക്കോസ്ത് അനുഭവത്തിൽ നിൽക്കുന്ന ഒരാളിന് ഭൂതം ഇളകി. ഒരിക്കൽ ഒന്നല്ല, പല അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഇവിടെ അടുത്ത് ഒരിക്കൽ ഒരു യോഗത്തിന് അങ്ങനെ ഭൂതമിളകി. വേറെ ഒരിക്കൽ വേറൊരു സ്ഥലത്ത് ആ നിലയിൽ ഭൂതമിളകി. പെന്തക്കോസ്റ്റിൽ വരുന്ന സ്നാനപ്പെട്ട അങ്ങനെയുള്ള ആളുകൾ, അതിന് കാരണം ഇത്രയേ ഉള്ളൂ, ദൈവകൃപ വിട്ടു. ദാറ്റ്സ് ദ പോയിന്റ്. പിശാച് കൺട്രോളാക്കി. പൈശാചിക തോന്നലുകൾ, ഇൻഫ്ലുവൻസസ് വരുമ്പോൾ ശാസിക്കുകയും എതിർത്തു നിൽക്കുകയും ചെയ്യണം. ഡീമൺ പൊസഷൻ വരുമ്പോൾ യു ലൂസ് യുവർ മൈൻഡ്. പിന്നെ സ്വന്തമായി ഡിസൈഡ് ചെയ്യാൻ കഴിയാത്ത മാനസിക സ്ഥിതിയിലേക്കാകും. അങ്ങനെയുള്ളവരോടും ദൈവം കരുണ കാണിച്ച് ദൈവത്തിന് വിടുവിക്കാൻ കഴിയും എന്ന് ഞാൻ ചിന്തിക്കുന്നു. പക്ഷേ ജൂഡസിൻ്റെ കേസിൽ he went beyond the point of repentance. He's already decided. കർത്താവ് പറഞ്ഞ ചെയ്യാനിരിക്കുന്നത്, go and do it fast. He has decided. Satan's complete control lie, and he has decided it. He doesn't want to come back. ബോധപൂർവം മനഃപൂർവം വിശ്വാസം ത്യജിക്കുന്നതാ അപ്പോസ്റ്റസി. ജീസസിൻ്റെ 12 പേരിൽ ഒരുവനത് സംഭവിച്ചാൽ എനി വൺ ക്യാൻ. നമ്മൾ അലർട്ടാകണം, ജാഗ്രത പുലർത്തണം. നമ്മൾ നമ്മുടെ തലമുറകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ജാഗ്രത പുലർത്തണം. This is a wicked world. Jesus let him go. എന്നിട്ട് 17-ാമത്തെ അധ്യായത്തിൽ മഹാപുരോഹിത പ്രാർത്ഥനയിൽ 2-ാം വാക്യത്തിൽ അവനെ വിളിക്കുന്നത് സൺ ഓഫ് പെർഡിഷൻ, നാശയോഗ്യൻ. ആ വാക്കുകൾ ഞാൻ അല്പമായിട്ടൊന്ന് ചിന്തിച്ചു, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇറ്റ് മീൻസ് ഇറ്റേണലി ഗോൺ. ഇറ്റേണലി നഷ്ടപ്പെട്ടു. ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ യൂദ മാനസാന്തരപ്പെട്ട് പിന്നീട് പോയൊന്നുമില്ല. എന്നോട് ഒരിക്കൽ നേരിട്ടൊരാൾ പറഞ്ഞു,
യൂദായും മാനസാന്തരപ്പെടുമോ? നോ. That was his choice. ലൂക്കോസ് 6:16 യാക്കോബിൻ്റെ സഹോദരൻ യൂദ ദ്രോഹിയായി തീർന്നു. ദ്രോഹി, ട്രൈറ്റർ, അവനെ വിളിച്ച പേരാണ്. സാത്താൻ്റെ നിരന്തരമായ കണ്ടിന്യൂസ് അറ്റാക്കിൻ്റെ മുൻപിൽ പിടിച്ചു നിൽപ്പാൻ ദൈവത്തിൻ്റെ കൃപയ്ക്കായി യാചിക്കാതെ കബളിപ്പിക്കപ്പെട്ട് പണക്കൊതിയനായി മാറി പണത്തിൻ്റേതായിട്ടുള്ള സ്വാധീനത്തിൽ മനസ്സിനെ വിട്ടുകൊടുത്ത് പിശാച് അവസാനം ടോട്ടലി കൺട്രോൾ ചെയ്യുന്നു. ദാരുണമായ ഒരവസാനം മത്തായി 27:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. മോളത് പെട്ടെന്ന് വായിച്ചാട്ടെ. 5 വരെയുള്ള വാക്യം. മത്തായി 27:3 മുതൽ 5 വരെ. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്ന്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് കുറ്റമില്ലാത്ത രക്തത്തെ എന്നൊക്കെ പറഞ്ഞാൽ തന്നോട് കൂടെ ഇരിപ്പാൻ വിളിക്കപ്പെട്ടവനാ 24 മണിക്കൂർ ഒബ്സർവ് ചെയ്തു, ഒരു കരട് മിസ്റ്റേക്ക് കണ്ടില്ല. കുറ്റമില്ലാത്ത രക്തത്തെ ഊറ്റിക്കൊടു. അത് ഞങ്ങൾക്കെന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. ഇതൊക്കെ നല്ലപോലെ പഠിച്ചോണം കേട്ടോ. ട്രാപ്പിലാക്കിയവര്, മനസ്സിലായോ? കുറ്റവും കുറവും ഒക്കെ പറഞ്ഞ് നമ്മളെ ജാക്കി കയറ്റും. അവസാനം അവർ that's your business. We have nothing to do with all that. That's your business. മഹാപുരോഹിതന്മാർ കൈ ഒഴിഞ്ഞു. എന്നിട്ട് അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞ് ചെന്ന് കെട്ടിഞ്ഞാണ് ചത്തുകളഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ 18 മുതലുള്ള വാക്യങ്ങളോട് പഠിച്ചാൽ നല്ലൊരു കയറ് പോലും വാങ്ങിയില്ലെന്നുള്ളതാണ്. കെട്ടിയാന്നു, കയറ് പൊട്ടി താഴെ വീണ് spilled his belly. അപ്പോസ്തലൻ എന്ന തസ്തികയിൽ വന്ന് കർത്താവ് തെരഞ്ഞെടുത്ത ആളിന് ഇതാണോ അവസാനം? ആത്മഹത്യ ചെയ്തു. അക്യൂട്ട് ഡിപ്രഷൻ, മാനസാന്തരത്തിന് ഇടം കണ്ടില്ല, എല്ലാം കൈവിടപ്പെട്ടു. സ്തോത്രം. നിത്യമായി നാശത്തിലേക്ക് പോയി. He committed the gravest mistake. മടങ്ങി വരാതെ തന്നെത്താൻ ഇങ്ങനെയുള്ള കാര്യത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. പാപത്തെ വെച്ച് താലോലിക്കരുത്. ഹൃദയത്തിൽ കുറ്റബോധം വരുമ്പോൾ കർത്താവിനോട് പറയണം. വേദപുസ്തകം ഭാഷ അറിയത്തില്ലേ? നിൻ്റെ പാപം എത്ര കടുംചുവപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളിവിടെ ചുരുക്കുകയാണ്. എന്താ നമ്മൾ പഠിച്ചത്? യൂദ എന്ന ക്യാരക്ടറെ കുറിച്ച് ഒരു ചെറിയ വിവരണമാണ്. കുറേയിടെ ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്തു, കുറച്ച് ഷോർട്ട് ചെയ്തു. വൈ ഡു പീപ്പിൾ റിജക്ട് ദ വേർഡ്? ജൂഡസ് പണക്കൊതിയാണ് അവനെ മറിച്ചത്. പണത്തിൻ്റെ കൊതി എത്ര മാരകമാണ്. 12 ശിഷ്യന്മാരിൽ ഒരുത്തനെ തകിടം മറിച്ചത് the love of money. He was bound by that. ചിലർ വിശ്വാസത്യാഗം സംഭവിക്കുന്ന അങ്ങനെയാണ്. വചനം വിട്ട് ക്രിസ്തുവിനെ വിട്ടു നമുക്കൊരു ശിഷ്യനായി അഭിനയിക്കാം. എന്തെങ്കിലും ജീവിതത്തിൽ ആ നിലയിലുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് മടങ്ങി വരാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവവചനം തിരസ്കരിക്കുന്ന ഒരനുഭവം ഞങ്ങൾക്കുണ്ടാകരുത്. ക്രിസ്തുവിനെ തിരസ്കരിക്കുന്ന ഒരനുഭവം ഞങ്ങൾക്കുണ്ടാകരുത്. ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളെ രക്ഷിക്കണം. ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കണം.